എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു മലയാളി പ്രവാസിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് നോർക്ക കെയർ, കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച മലയാളി പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യ അപകട പരിരക്ഷ. അത് എങ്ങനെ എടുക്കാമെന്നും ആർക്കൊക്കെ എടുക്കാമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യങ്ങളെന്നും ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതാണ്. സോ വെൽക്കം ടു മൈ ചാനൽ ഐ ഫീൽ ഐ ഫാമിലി. അപ്പോൾ ഈ ഒരു നോർക്ക കെയർ പദ്ധതിയിൽ നമുക്ക് എങ്ങനെ അംഗമാകാം, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മലയാളി പ്രവാസികൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുക. അതായത് കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തുമുള്ള മലയാളികൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, പിന്നെ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസികൾ, ഇത്രയും പേർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുക. അതുപോലെ നമുക്ക് ഈ പ്രായം കറക്റ്റ് ആയതുകൊണ്ട് മാത്രം ഈ നോർക്ക കെയറിലേക്ക് നമുക്ക് അംഗമാകാൻ സാധിക്കുകയില്ല. അതിന് ചെറിയൊരു മാനദണ്ഡമുണ്ട്. നോർക്ക അനുവദിക്കുന്ന 3 കാർഡുകളുണ്ട്. ഈ 3 കാർഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്ക് മാത്രമേ ഈ നോർക്ക കെയറിലേക്ക് അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തെ കാർഡ് നോർക്ക പ്രവാസി കാർഡ്, അതായത് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ എടുത്തിരിക്കേണ്ട പ്രവാസി കാർഡ് ആണ്. അതുപോലെ തന്നെ NRK കാർഡ്, അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്, ഇന്ത്യക്ക് ഉള്ളിൽ ഉള്ള മലയാളികൾ, കേരളത്തിന് പുറത്തുള്ളവർ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കാർഡ്, അത് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികൾ. ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡുള്ളവർക്ക് മാത്രമേ ഈ നോർക്ക കെയർ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാസത്തേക്കാണ് ഇതിൽ അംഗങ്ങളാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെ മാത്രമാണ് ഇതിലേക്ക് അംഗമാകാനുള്ള കാലാവധി. ഈ അംഗത്വം എന്ന് പറയുന്നത് അടുത്ത 1 വർഷത്തേക്കാണ് ഈ ഒരു പോളിസിയുടെ ടൈം പീരീഡ് പറയുന്നത്. അതായത് ഈ ഒരു സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ 1 മുതൽ 2026 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിലേക്ക് നമുക്ക് ഇതിൻ്റെ പരിരക്ഷ ഉറപ്പായി ലഭിക്കുന്നതാണ്. ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അതായത് മറ്റുള്ള പോളിസിയിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ 1-2 ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി സമയം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. അതായത് ഈ ഒക്ടോബർ 22-ാം തീയതി ഇതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള കാലാവധി തീർന്നു കഴിഞ്ഞാൽ തന്നെയും നവംബർ 1 മുതൽ നമുക്ക് ഈ പരിരക്ഷയുടെ സംരക്ഷണത്തിലായിരിക്കും നമുക്ക് അന്ന് മുതൽ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടിത്തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വലിയ വലിയ മാരക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു പല പോളിസികളും അതിന് കവറേജ് നൽകുന്നില്ല. അതല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിൻ്റെ കവറേജ് ലഭിക്കണമെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുന്നു. പക്ഷേ നോർക്ക കെയറിൽ അങ്ങനെയൊന്നുമില്ല. ഇതിനൊരു അസുഖമായിട്ട് യാതൊരു ഇതും ഇതിനകത്ത് കൊടുക്കുന്നില്ല. ഏത് രോഗത്തിനും ഏത് നമ്മുടെ അവസ്ഥയ്ക്കും ഈ ഒരു നോർക്ക കെയർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടിരിക്കുന്ന കാര്യം, ഒക്ടോബർ 21 മുമ്പായിട്ട് തന്നെ നോർക്ക കെയറിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അത് ഈ ഒരു വർഷ കാലയളവിലേക്കാണ് ഈ ഒരു പരിരക്ഷ നമുക്ക് ലഭിക്കുക. പിന്നെ ഇതിൻ്റെ പോളിസിയുടെ വിവരങ്ങൾ, നമുക്കിതിൽ 2 രീതിയിലാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഒന്ന്, നമുക്ക് സിംഗിളായിട്ടും ജോയിൻ ചെയ്യാം, പിന്നെ നമുക്ക് കുടുംബമായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. സിംഗിളായിട്ട് ജോയിൻ ചെയ്യുന്നതിന് 1 വർഷത്തേക്കുള്ള ഒരു വ്യക്തിയുടെ പ്രീമിയം തുകയാണ് 8,101 രൂപ. അതായത് 8,101 രൂപയാണ് 1 വർഷത്തേക്കുള്ള ഒരു സിംഗിളായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രീമിയം തുക. അതുപോലെ കുടുംബമായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ ആണെങ്കിൽ 13,411 രൂപയാണ് പ്രീമിയമായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, അതായത് 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾ, ഇത്രയുമാണ് ഒരു കുടുംബമായി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ മൂന്നാമതൊരു കുട്ടിയെ അധികമായി നമ്മൾ ചേർക്കണമെങ്കിൽ ആ കുട്ടിക്ക് 4,130 രൂപ
അധികമായി പ്രീമിയം നമ്മൾ അടയ്ക്കണം. ഇനി ഈ ഒരു നോർക്ക കെയറിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഒരു നോർക്ക ID, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 കാർഡുകൾ വേണമെന്ന്. ആ കാർഡുകൾക്കെല്ലാം ഒരു ID നമ്പർ ഉണ്ടാവും. ഈ ഒരു ID നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന നോർക്ക കെയർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ്ലി നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ഈ ഒരു നോർക്ക കെയറിൽ എന്ന ഒരു ആരോഗ്യ അപകട പരിരക്ഷയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നോർക്ക റൂട്ട്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാണ്. അപ്പോൾ അതുമല്ല, നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതിൽ പറയുന്നത്. അതിപ്പോൾ സിംഗിളായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിംഗിൾ വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും 1 വർഷക്കാലത്തേക്ക്. ഒരു ഫാമിലി ആയിട്ടാണ് ചേർന്നതെങ്കിൽ ഈ ഒരു ഫുൾ ഫാമിലിക്കാണ് ഈ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നത്, അല്ലാതെ ഓരോ വ്യക്തികൾക്കും അല്ല. ഫുൾ ഫാമിലിക്കാണ് 5 ലക്ഷം രൂപയുടെ കവറേജ് 1 വർഷത്തേക്ക് ലഭിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും അപകടം, മരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ വരെ അപകട ഇൻഷുറൻസ് പോളിസിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് പ്രൈം മെമ്പറിന് മാത്രമാണ്. അതായത് ഞാൻ പറയുന്നത് സിംഗിളായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിക്കും. പക്ഷേ ഫാമിലിയിൽ ആണ് എന്നുണ്ടെങ്കിൽ ആരാണോ ആദ്യം ചേർന്ന്, അതായത് ഒരു അച്ഛൻ ചേർന്നിട്ട് അമ്മയെയും മക്കളെയും ചേർത്തിരിക്കുകയാണെങ്കിൽ അച്ഛനാണ് അത് ലഭിക്കുക. അല്ല, ഒരു അമ്മ ചേർന്നിട്ട് അച്ഛനെയും മക്കളെയും ചേർത്തിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്കായിരിക്കും ആ ഒരു പരിരക്ഷ 10 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുക. ഇനിയിപ്പോൾ നമ്മൾ വിദേശത്ത് വെച്ച് എന്തെങ്കിലും മരണപ്പെട്ടു പോവുക എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നാട്ടിലേക്ക് ബോഡി എത്തിക്കാനുള്ള ആ ഒരു ചിലവുമായിട്ട് ഒരു 50,000 രൂപയും ഈ ഒരു കവറേജിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സേവനമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ കാര്യം, ഇതിപ്പോൾ ഏകദേശം കേരളത്തിനുള്ളിൽ ഏകദേശം 400-നും 500-നും ഇടയിൽ ഹോസ്പിറ്റലുകൾ ഇതുമായിട്ട് സേവനത്തിൽ രേഖ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ, അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിൽ ഏകദേശം 13,000-ഓളം ഹോസ്പിറ്റലുകളാണ് നോർക്ക കെയറുമായിട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ഈ 5 ലക്ഷം രൂപയും നമുക്ക് ഈ ഒരു പോളിസിയിൽ ഉള്ളവർക്ക് 5 ലക്ഷം രൂപ ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യം കുറച്ച് പേയ്മെൻറ്റ് അടച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല. പക്ഷേ ഇതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു പൂർണ്ണ രൂപം നമുക്ക് അറിയണമെങ്കിൽ ഈ നവംബർ 1 കഴിഞ്ഞ് ഇതിൽ നിന്നും ഉള്ള ആ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നോർക്ക കെയറിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു കാർഡ്, അതിൻ്റെ ഒരു അക്നോളജ്മെൻ്റായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്കെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ഫർദർ കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പറയപ്പെടുന്നത്, ഇതിന് ഒത്തിരി വെയിറ്റിംഗ് പീരീഡ് ഇല്ല ഇതിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതിന്. അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ, അതുപോലെ ഡയാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇതൊരു എതിരല്ല. ഇതിനെല്ലാം ഈ ഒരു ആരോഗ്യ പദ്ധതിയിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു സംഭവങ്ങളെല്ലാം. മറ്റ് ഒരു പദ്ധതികളും, അതായത് ഇതുപോലെയുള്ള ഇൻഷുറൻസ് പോളിസി പദ്ധതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം, ഡയബറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം കവറേജ് നൽകുന്നില്ല. അത് നൽകുന്നുണ്ടെങ്കിൽ തന്നെ ഇത്ര വർഷങ്ങൾക്ക് ശേഷമേ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അവിടെയാണ് നോർക്ക കെയർ വളരെ ഫാസ്റ്റായിട്ടും കാര്യങ്ങൾ മുന്നിട്ട് നിർത്തിയിരിക്കുന്നത്. ഇനി നവംബർ 1 മുതലാണ് ഇതിൻ്റെ ഒരു പരിരക്ഷയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു എങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്, ഇത് ഏത് രീതിയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നത് എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് നവംബർ 1 കഴിഞ്ഞ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പുള്ള 30 ദിവസവും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 60 ദിവസവുമുള്ള നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുകൾ കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ. അപ്പോൾ നോർക്ക കെയർ ആരോഗ്യ അപകട പരിരക്ഷ പദ്ധതിയെപ്പറ്റി കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒക്ടോബർ 21 മുൻപായി തന്നെ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി ഇത് നോർക്ക കാർഡിൽ പ്രവാസി കാർഡോ സ്റ്റുഡൻസ് കാർഡോ അല്ലെങ്കിൽ NRK കാർഡോ എടുക്കാത്തവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് എടുക്കുക. അത് നമുക്ക് ഡയറക്റ്റ് സൈറ്റിലൂടെ, ഒഫീഷ്യൽ സൈറ്റിലൂടെ എടുക്കാവുന്നതാണ്. അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ഈ നോർക്ക കെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്കും പ്ലേ സ്റ്റോറിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ബയോയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ പരിരക്ഷയായി സന്തോഷമായിരിക്കട്ടെ. മാത്രമല്ല, ഇത്
ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഷെയർ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ജിൽ ആരോഗ്യം ആശംസിക്കുന്നു. ഐ എം സൈനിങ് ഓഫ് ഫ്രം ഐ ഫീൽ ഐ ഫാമിലി. താങ്ക് യു.